നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് റിലേനെ കുറിച്ചാണ്. അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കണക്ഷനൊക്കെ നോക്കാം. സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് ഡിവൈസ് തന്നെയാണ്. സാധാ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇതിനുള്ളത്. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂവിങ് കോണ്ടാക്ട്സോ കോയിലോ ഒന്നും ഉണ്ടാവില്ല. സാധാ EMR നമ്മൾ കോയിൽ സപ്ലൈയും അതിന് മൂവിങ് കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതാണ്. ഇതിന് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇലക്ട്രോണിക്സ് സർക്യൂട്ട് ഉണ്ട്. ഇതിന് കൺട്രോൾ വോൾട്ട് ഉണ്ട്, കൺട്രോൾ സപ്ലൈ ഉണ്ട്. നമ്മൾ സാധാ റിലേയിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു കൺട്രോൾ സപ്ലൈ ഉണ്ട് ഇതിന്. ആ കൺട്രോൾ സപ്ലൈ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ ഈ സർക്യൂട്ടിൽ ഒരു ഒപ്റ്റോ കപ്ലർ ഉണ്ട്. ആ ഒപ്റ്റോ കപ്ലർ വഴി അതോടനുബന്ധിച്ചിട്ടുള്ള ട്രാൻസിസ്റ്ററിനെ ട്രിഗർ ചെയ്തിട്ട് അതിനെ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിനുള്ളിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ട്രാൻസിസ്റ്ററിൻ്റെ ത്രൂ നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഡിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ കൺട്രോൾ വോൾട്ട് നമ്മൾ AC കൊടുക്കുന്നതുണ്ട്, DC കൊടുക്കുന്നതുണ്ട്. കൺട്രോൾ സപ്ലൈ രണ്ട് രീതിയിൽ വരുന്നതുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ നമ്മൾ DC ഔട്ട്പുട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതുണ്ട്, AC കൊടുക്കാൻ പറ്റുന്നതുണ്ട്. അത് സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് എല്ലാം ഉണ്ട്. അപ്പോൾ DCയിൽ സ്വതവേ മോസ്ഫെറ്റ് ആണ് ഉപയോഗിക്കാറ്. ഇതിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ടിൽ മോസ്ഫെറ്റ് ആണ് യൂസ് ചെയ്യാറ്. AC ആണ് നമുക്ക് കിട്ടണമെങ്കിൽ AC നമ്മൾ ട്രയാക്ക് വഴിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രയാക്ക് വഴിയാണ് കൺട്രോൾ ചെയ്യാറ്. ഇതിലിപ്പോൾ ഒരു 3 ടൈപ്പ് ഓഫ് ഇത് രണ്ടും സെയിം ആണ്. 3 ടൈപ്പ് ഓഫ് SSR ഉണ്ട്. 3 സ്പെസിഫിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന SSRകളാണ്. ഒന്നെന്ന് പറയുന്നത് ഇത് ഫോട്ടക്കിൻ്റെ അത് DC 3 to 32 വോൾട്ട് DC നിങ്ങൾ കാണുന്നുണ്ടാവും. 3 to 32 വോൾട്ട് DC നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാം. ഇതിൽ നെഗറ്റീവ്, ഇതിൽ പോസിറ്റീവ് കൊടുക്കാം. ഇതിൻ്റെ ഔട്ട് നമുക്ക് 60 വോൾട്ട് വരെ 5 to 60 വോൾട്ട് DCയിൽ വരെ നമുക്കിതിനെ യൂസ് ചെയ്യാം. 40 ആംപിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്, മാക്സിമം കപ്പാസിറ്റി. അപ്പം അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ഗ്രേ ഹിൽ ബ്ലാക്ക് കളറിൽ വരുന്നത്. ഈ ബ്ലാക്ക് കളറിലെ SSR എന്ന് പറയുന്നത് 2.5 to 10 വോൾട്ട് DC ആണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് 3 ആംപിയർ വരെ നമുക്ക് ഇതിൽ ഈ സർക്യൂട്ട് കൂടെ നമുക്ക് കൊടുക്കാം. ഈ കോണ്ടാക്റ്റുള്ളിൽ കൂടെ കൊടുക്കാം. 280 വോൾട്ട് 3 ആംപിയർ വരെ കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ കണക്ഷൻ ഇനി ഇത് ഈ യെല്ലോ എന്ന് പറയുന്നത് ഇതൊരു ഇൻപുട്ട് മൊഡ്യൂളാണ്. ഇതിനെ ഒരു ഇൻപുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഇതിനെ ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. ഈ യെല്ലോ കളറിൽ നമ്മൾ നേരെ തിരിച്ചാണ് ഇതിൻ്റെ ഓപ്പറേഷൻ പറയുന്നത്. ഇത് ഇൻപുട്ട് നമ്മൾ 280 വോൾട്ട് വരെ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് ഈ ഔട്ട്പുട്ടാണ് ഇതിനെ സ്വിച്ച് ചെയ്യിക്കുന്നത്. ഇതാണ് ഔട്ട്പുട്ട്. ഇത് 50 മില്ലി ആംപിയറിൽ അത്ര വരെ ഇതിന് ഔട്ട്പുട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ടൈപ്പും PCB ബോർഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പിൻ ടൈപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ, പിന്നാണിത്, പിൻ ടൈപ്പാണുള്ളത് ഇത്. അപ്പോൾ PC ബോർഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പാണിത്. ഇത് നമുക്ക് സ്ക്രൂ ചെയ്യാം. നമുക്ക് സ്ക്രൂ ചെയ്ത് ബോർഡിലൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാ SSR ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കാം. ഇവിടെ ഇൻപുട്ടാണ്, ഇതാണ് നമ്മൾ കൺട്രോൾ വോൾട്ട്. 4ൽ മൈനസ്, ഈ 3 എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഇതിലൂടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ കൺട്രോൾ ചെയ്യുന്നത്, പോസിറ്റീവിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് കൊടുക്കും, നെഗറ്റീവിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൊടുക്കും, നെഗറ്റീവ് സപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ചെയ്ത് നോക്കാം. പോസിറ്റീവ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. 24 വോൾട്ട് പോസിറ്റീവാണ്. പോസിറ്റീവ് സപ്ലൈ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. പോസിറ്റീവ് ഇവിടെ കൊടുത്ത് ഇതിൻ്റെ നെഗറ്റീവ് ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. 24ൻ്റെ നെഗറ്റീവാണിത്. അപ്പോൾ 24 വോൾട്ട് ഇവിടെ ഇൻപുട്ടിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഒരു ടൈമറിൽ കൊടുക്കുകയാണ്. ടൈമർ ഞാൻ നെഗറ്റീവ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ടൈമറിൽ. ടൈമർ നിങ്ങൾക്ക് ഏത് ലോഡ് കൊടുക്കാം. എൻ്റെ ടൈമറാണ് ഈ ഒരു വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ലോഡ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് റിലേ എന്ത് വേണം കൊടുക്കാം. ഇതൊരു റിലേ ബേസ്ഡ് ടൈമറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് ഞാൻ ഈ 2ൽ കൊടുത്ത്, ഇനി ഈ ടൈമറിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ കോയിൽ സപ്ലൈ ഞാൻ ഇതിൻ്റെ ഈ ഔട്ടിൽ ഞാൻ ഇതിൻ്റെ ഔട്ടിൽ കൊടുത്ത് അപ്പം ഇവിടെ ഞാൻ 24 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൺട്രോൾ വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 24 വോൾട്ട് ഞാനിവിടെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ടൈമറിനെ കൺട്രോൾ ചെയ്യാൻ 24 വോൾട്ടിൻ്റെ പോസിറ്റീവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്.
അതിൻ്റെ പോസിറ്റീവ് ഇതിലേക്കൂടെ കയറി ഇതിൻ്റെ ഈ ടൈമറിൻ്റെ റിലേ കോയിലിൽ വന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് ഞാൻ ഓൾറെഡി 24 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഈ ടൈമർ ഓൺ ആകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ, ഇതിൽ ഈ ഒരു LED നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ LED ഇതിൻ്റെ ഇൻഡിക്കേഷനാണ്, ഇത് വർക്ക് ചെയ്യുന്നുള്ള ഇൻഡിക്കേഷനാണ്. അപ്പം ഈ ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ത്രൂവിൽ ഇത് ഇതിൻ്റെ ഔട്ട്പുട്ട് ത്രൂവിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് സാധാ റിലേ പോലെ ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലോഡില്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂറ്റി ഒന്നും കിട്ടില്ല. നമുക്ക് ലോഡിൻ്റെ ലൂപ്പിൽ വഴി മാത്രമേ ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് SSRനെ കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ 2.5 ഇവിടെ ഇൻപുട്ടിൽ 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 220 എടുത്തിട്ടുണ്ട്, ഫേസ് 220 ഫേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബൾബിനെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ന്യൂട്രൽ ഞാൻ ഓൾറെഡി ബൾബിൽ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 220 ഇതിലേക്ക് കയറി ഇറങ്ങി ഇതിനെ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ചിങ് നടക്കുന്നത്. ഈ ടൈപ്പ് SSRൽ ഈ രീതിയിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. ഇത് വേറെ ഒന്നാണ്. ഇതൊരു ഇൻപുട്ട് മൊഡ്യൂളാണ്. ഇതിൽ നമുക്ക് 280 വോൾട്ട് ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ 280 നമ്മൾ ഔട്ടായിട്ട് എടുത്തത്, ഇത് ഇൻപുട്ട് കൊടുക്കും. ഇതിനുള്ളിൽ ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിലാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. ഈ ഒരു SSRനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഈ SSR അഡ്വാൻറ്റേജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാ റിലേ നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് വരുന്നത് സൈലൻറ്റ് ഓപ്പറേഷനാണ്. ഈ ഒരു നോയ്സും കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ സൈസ് സ്മോളാണ്. പിന്നെ സ്യൂട്ടബിൾ നമ്മൾ ഓരോരോ ഫാസ്റ്റ്, ഇതാണ് മെയിനായിട്ട് ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ഇതാണ്. റിലേ നമുക്ക് ഫാസ്റ്റ് സ്വിച്ചിങ്ങിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോ മീറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പം ഒരു ഫ്ലോ മീറ്ററിൽ നമുക്ക് ഫാസ്റ്റായിട്ടാണ് നമുക്ക് അതിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടുക, ഇത്ര ലിറ്റർ പാസ് ചെയ്തെന്നുള്ള. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേ അല്ല യൂസ് ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പ് SSR ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ലൈഫ് കൂടുതലാണ്, കാരണം ഇതിന് മൂവിങ് കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ലൈഫും കൂടുതലാണ്. പിന്നെ സ്പാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഒരു ഔട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ AC-യിൽ നമുക്ക് വർക്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ DC-യിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഔട്ടേ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറയുന്നത് ഇതിൽ ഹീറ്റ് സിങ്ക് ഹയർ ആംബിയറിൽ യൂസ് ചെയ്യുന്നതിന് ഹീറ്റ് സിങ്ക് ആവശ്യമാണ്. ചിലതിൽ കൂളിംഗ് ഫാൻ വരെ ആവശ്യമുള്ളതുണ്ട്. ഹീറ്റ് സിങ്ക് വിത്ത് കൂളിംഗ് ഫാനും വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. SSRൻ്റെ വർക്കിങ്ങും അതിൻ്റെ വയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു കമ്പോണൻറ്റിനെ പരിചയപ്പെടുത്തുന്നവരെ ബൈ.